വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ദുരന്ത വീഡിയോ ആണ് ഗൈസ്. ഇത്രയും കാലം പ്രവാസ ലോകം എന്ന് പറയുന്നത് ഒരു 4.5 years ആയിട്ട് മോളുടെ കൂടെ ഫാമിലിയായിട്ട് ഒരു വില്ലയിലൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ജീവിച്ചായിരുന്നു. തിങ്സ് ഇഷ്ടം പോലെയുണ്ട്, കാരണം മോൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അതേപോലെ ഈവൻ അവളുടെ പ്രിൻ്റർ അടക്കമുണ്ട്. അങ്ങനെ സകല സാധനങ്ങളും ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇതെൻ്റെ വില്ലയിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ച കാഴ്ച കേട്ടോ. ഇത് നമ്മുടെ പാകിസ്ഥാനി നമ്മുടെ ഷിഫ്റ്റിങ് ആൾക്കാർ ചേട്ടന്മാരുണ്ടല്ലോ, അവർ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം എൻ്റെ റൂം ഈ കാണുന്നതാണ് കേട്ടോ. കാരണം ഞാൻ സിംഗിൾ ആയതുകൊണ്ടിപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയ റൂം മതിയല്ലോ. അതും തിങ്സൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്താ പറയുക ഇങ്ങനെയൊരു റൂം ഞാൻ എടുത്തത്. എന്താ പറയുക, അങ്ങനെ രാവിലെ തന്നെ 30th ഇത് സംഭവങ്ങളൊക്കെ നൈറ്റും കഴിഞ്ഞായിരുന്നു വന്നത്. അങ്ങനെ എല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എന്താ പറയുക, അത്യാവശ്യം ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ തന്നെ ആയതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ എന്താ പറയുക കാര്യങ്ങൾ ഈവൻ കബോർഡടക്കം എനിക്ക് നീക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ ലാസ്റ്റ് കാഴ്ച ഞാൻ സെറ്റാക്കിയിരിക്കണത്. അപ്പം ഇതെൻ്റെ ഫിഷാണ്, എൻ്റെ എന്താ പറയുക എൻ്റെ കുഞ്ഞ് അക്വേറിയാണ് കേട്ടോ. ഇതിലെൻ്റെ 4-5 ഫിഷുണ്ട്. എൻ്റെ ഷിനൂട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാനതിങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ട്. അവൾ എൻ്റെ അടുത്ത് എന്ന് വിളിച്ചാൽ ചോദിക്കും ഇതിനെക്കുറിച്ച്. അപ്പം എന്താ പറയുക, അതൊക്കെ ഒരു ഭാഗത്ത് ഞാൻ സെറ്റാക്കി. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ബെഡ്. ഇത് ഞാനൊരു എന്താ പറയുക പാർട്ടീഷൻ പോലെ, ആ ഒരു പാർട്ടീഷൻ്റെ ഉള്ളിൽ തന്നെ 2 സെപ്പറേറ്റ് റൂം പോലെ സെറ്റാക്കി വെച്ചു കേട്ടിനിട്ടിട്ട്. അപ്പം ഒരു ഭാഗത്ത് ഞാൻ കിടക്കണം മാത്രം ഒരു ഏരിയയും, നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും, അപ്പുറത്തെ എൻ്റെ തിങ്സൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റാക്കി. കാരണം എനിക്ക് ഫ്രിഡ്ജും ഓവനും അവളുടെ പ്രിൻ്ററും അതേപോലെ എന്താണ് ഒത്തിരി സാധനങ്ങളുണ്ട്. എന്താ പറയുക കുറേയൊക്കെ ഞാൻ നമ്മുടെ കോട്ടിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ കുറേ തിങ്സ് എന്താ പറയുക ക്ലോത്തും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കബോർഡിൻ്റെ മുകളിലായിട്ടൊക്കെ വെച്ചു. പിന്നെ അല്ലാണ്ട് പിന്നെ എൻ്റെ മൈൻഡ് ബോട്ടിക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കുറച്ച് സ്യൂട്ട് കേസിലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇതാണ് എൻ്റെ റൂമിൻ്റെ അത്യാവശ്യം അവസ്ഥ. ഉള്ളിൽ കയറുമ്പോൾ ഞാൻ കിടക്കണ ഒരു ഏരിയ ആയിട്ട് കാണും. ഫ്രണ്ടിൽ തന്നെ എന്താ പറയുക എൻ്റെ മാത്രം ഒരു എന്താ പറയുക നമ്മുടെ ഒരു ബെഡ്റൂം എന്നൊക്കെ പറയണത് ആ ഒരു സംഭവം നമുക്ക് സെറ്റാക്കാം. അപ്പുറത്തെന്ന് പറയണത് നമ്മുടെ തിങ്സും കാര്യങ്ങളൊക്കെ, അതേപോലെ എൻ്റെ എനിക്ക് ക്ലോത്തൊക്കെ ഡ്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ആ കാണുന്ന എൻ്റെ ഗിറ്റാറാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ലൈറ്റ് ചെറിയൊരു രീതിയിലായിരുന്നു, പക്ഷേ ഞാൻ ലൈറ്റൊക്കെ സെറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കത് ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല. ഇനി ആരെങ്കിലും വിളിച്ചിട്ടൊക്കെ ഞാനത് സെറ്റാക്കിയിട്ട് ഇടും. എന്തായാലും ഇന്നും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, വേഗം ഉറങ്ങണം. അപ്പം പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.